ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ, പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ ഒരു മനസ്സിന് സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിലേക്ക് വളരെ നാടകീയമായി സഞ്ജു സാംസണ് അവസരം കിട്ടുകയും വൈസ് ക്യാപ്റ്റൻ ആയി നിന്നിരുന്ന ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി സഞ്ജുവിന് ഫസ്റ്റ് പ്രൈം വിക്കറ്റ് കീപ്പർ അല്ലെങ്കിൽ മെയിൻ ഓപ്പണർ ബാറ്റ്സ്മാൻ എന്ന നിലയിലേക്ക് അവർ സെലക്ഷൻ കൊടുത്തു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചു അല്ലേ. ഒരു മലയാളി ആദ്യമായി വേൾഡ് കപ്പിൽ, പ്രത്യേകിച്ചും ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഓപ്പണറായി ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് തരുന്ന സന്തോഷം അല്ലെങ്കിൽ അഭിമാനവും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എന്നാൽ ഈ സന്തോഷം അധികം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സഞ്ജു ന്യൂസിലാൻഡ് പര്യടനത്തിന് ഇറങ്ങിയപ്പോൾ 5 T20 മാച്ചുകളിൽ 5ലും സമ്പൂർണ്ണ പരാജയമായി മാറിപ്പോയി എന്നുള്ള വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. ആദ്യത്തെ മാച്ചിൽ പരാജയപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സഞ്ജുവിൻ്റെ സ്ഥിരം ശൈലിയാണിത്, സഞ്ജു ഒരിക്കലും സ്ഥിരത പുലർത്തുന്ന ഒരു കളിക്കാരനല്ല, അതുകൊണ്ട് തന്നെ അടുത്ത മാച്ചിൽ അയാൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. അടുത്ത മാച്ചിലും ദയനീയമായി അയാൾ പരാജയപ്പെട്ടു. അപ്പോൾ മൂന്നാമത്തെ മാച്ചിലെങ്കിൽ നമ്മൾ നല്ലൊരു സ്കോർ പ്രതീക്ഷിക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ കളിയിൽ ഡക്കായി സഞ്ജു ഔട്ടായത്. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായി. കാരണം സെലക്ടർമാർക്കും കോച്ചിനും ക്യാപ്റ്റനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ സൂര്യകുമാർ യാദവിനെയും ഗൗതം ഗംഭീറിനെയും ബാക്കിയുള്ള കോച്ചിങ് സ്റ്റാഫിനെയും എല്ലാം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവർ സഞ്ജുവിനെ കൈയൊഴിഞ്ഞില്ല, പകരം 5 മാച്ചുകളിലും അയാളെ പങ്കെടുപ്പിച്ചു. ഏറ്റവും അവസാനം നടന്ന തിരുവനന്തപുരം കാര്യവട്ടത്ത് നടന്ന മാച്ചിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു. സ്വന്തം നാട്ടിൽ സഞ്ജുവിനെ കോൺഫിഡൻസോടുകൂടി കളിക്കാൻ പറ്റും, നല്ലൊരു ഇന്നിങ്സ് കളിച്ച് ഒരു സെഞ്ചുറി കളിച്ച് അങ്ങേര് എല്ലാ വിമർശകരുടെയും വായ അടപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ദയനീയമായി ആ കളിയിലും സഞ്ജുവിന് ഒരൊറ്റ അക്കം മാത്രം റൺസ് എടുത്ത് പുറത്താകേണ്ടി വന്നു. 6 റൺസോ മറ്റോ ആണ് സഞ്ജു ആകെ സ്കോർ ചെയ്തത്. വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് അല്ലേ. കാരണം മാധ്യമങ്ങളെല്ലാം അല്ലെങ്കിൽ സഞ്ജു ഹേറ്റേഴ്സ് എല്ലാം ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഞ്ജുവിനെ വേൾഡ് കപ്പിൽ എടുക്കരുത്, കാരണം ഇയാൾ വളരെ മോശം അപകടാവസ്ഥയിലുള്ള രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ ടീമിന് ഒരു തരത്തിലും ഗുണം ചെയ്യാത്ത രീതിയിലാണ് സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഫോം എന്നൊക്കെ അവർ പറയുന്നത് നമുക്ക് കൂടി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ സഞ്ജുവിനെ നമ്മൾ കൈയൊഴിഞ്ഞാൽ പിന്നെ ആരുടെ കൂടെ അല്ലേ? ആ ഒരു പ്രതീക്ഷയുമായി നമ്മൾ സഞ്ജുവിനെ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്തെന്ന് വെച്ചാൽ സഞ്ജുവിന് പകരം അവർ ബാക്കപ്പായിട്ട് കരുതിയിരുന്ന ഇഷാൻ കിഷൻ ആണെങ്കിൽ അന്യായ ഫോമിലാണ്. ആ ചങ്ങായി അടിച്ച് പരത്തുകയാണ്. ആദ്യം കളി തുടങ്ങിയ മുതൽക്ക് തന്നെ അവൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം സൂപ്പറായി മുതലാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, സഞ്ജുവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? സ്വന്തം കൂടെയുള്ള കളിക്കാർ അവസരം മുതലാക്കി കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരല്പം പഠിക്കാനെങ്കിലും അങ്ങേർക്ക് ശ്രമിച്ചുകൂടെ? ഞാൻ സഞ്ജുവിനെ വിമർശിക്കുന്നതല്ല, പക്ഷേ പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈവൻ ഈ ന്യൂസിലാൻഡ് പര്യടനം തുടങ്ങുന്നതിന് മുമ്പ് സഞ്ജുവിൻ്റെ ഒരു അഭിമുഖത്തിലെന്തോ സഞ്ജു പറഞ്ഞിരുന്നു, ഞാൻ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാറില്ല എന്ന്. സത്യത്തിൽ അങ്ങേര് വളരെ റോങ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സ്വന്തം ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകാതെ ഞാൻ കളിക്കുന്നത് ശരിയാണ്, ഇതിൽ തന്നെ ഞാൻ നിലനിന്ന് പോകും, അല്ലെങ്കിൽ ഇത് മതി എനിക്ക്, ഇങ്ങനെയാണ് ഞാൻ കളിക്കുക, ഈ സ്റ്റൈലല്ലാതെ വേറൊരു രീതിയിൽ ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിഷേധാത്മക സമീപനമാണ് സഞ്ജുവിൻ്റെ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ മുൻപും പല കോച്ചുകാരും അല്ലെങ്കിൽ പല എന്താ പറയുക മുൻ കളിക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം, സുനിൽ ഗാവസ്കർ എന്ന് പറഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു ഹേറ്ററായിട്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ കമൻട്രികളിലും അങ്ങേരുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും. അങ്ങേര് ഋഷഭ് പന്തിനെ അങ്ങനെ വല്ലാതെ പൊക്കിയെടുത്ത് വെച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ സഞ്ജുവിനെ എപ്പോഴും താഴ്ത്താനും അയാൾ ശ്രമിച്ചിരുന്നു. സഞ്ജു എത്ര നല്ല ഇന്നിങ്സ് കളിച്ചാലും ഇയാൾ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാതെ സഞ്ജു കളിച്ച നെഗറ്റീവ് ഇന്നിങ്സുകളെ കുറിച്ചെല്ലാം മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സഞ്ജു കുറച്ചു നേരം ക്രീസിൽ നിൽക്കൂ, കുറേ ബോളുകൾ ഫേസ് ചെയ്യൂ, ഒരു ഇന്നിങ്സ് കളിക്കൂ, അല്ലാതെ 10 ബോളോ 6 ബോളിലോ ഔട്ടായി പോകുന്ന അല്ല. 2020 മാച്ച് ആണെങ്കിലും ഓപ്പണർ ആണെങ്കിൽ അവിടെ നിന്ന് കളിക്കണം അല്ലേ. കുറച്ച് ബോളുകൾ ഫേസ് ചെയ്ത ശേഷം ആ കോൺഫിഡൻസ് വന്ന ശേഷം പിന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുക, മോശം ബോളുകൾ അറ്റാക്ക് ചെയ്ത് കളിക്കുക, അല്ലാത്ത ബോളുകൾക്ക് ആ റെസ്പെക്റ്റ് കൊടുത്ത് കളിക്കുക എന്നുള്ളൊരു
മെസ്സേജ് ഇയാൾ പലപ്പോഴും പറഞ്ഞപ്പോഴും സഞ്ജു അതിനെ ഡയറക്റ്റായിട്ട് ഒപ്പോസ് ചെയ്തിരുന്നു. ഇല്ല, എൻ്റെ ശൈലി അറ്റാക്കിംഗ് ആണ്, ഞാൻ അതാണ് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് കളിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്. ഇതിനിടയിൽ സഞ്ജുവിന് ചില മാച്ചുകളിൽ ആ ഒരു ശൈലിയിൽ മുന്നോട്ട് പോയപ്പോൾ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങേരുടെ മികച്ച ഫോം കൊണ്ടോ അല്ലെങ്കിൽ എതിരാളികളുടെ ബൗളിംഗ് മികവില്ലായ്മ കൊണ്ടോ സഞ്ജുവിന് സെഞ്ചുറിയൊക്കെ അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഇതിനർത്ഥം ഞാൻ സഞ്ജുവിനെ സെഞ്ചുറി അടിച്ചതിനെ എഴുത്തി കാണിക്കുക എന്നല്ല. അദ്ദേഹം അടിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 സെഞ്ചുറികളും സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മികച്ച ഇന്നിങ്സ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈവൻ ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ 2020 ടീമിൽ എത്ര പേര് സെഞ്ചുറി അടിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ എത്ര സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട് എന്ന കണക്കെടുക്കുമ്പോൾ സഞ്ജുവിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന പ്രകടനങ്ങൾ തന്നെയാണ്. പക്ഷേ അത് മാത്രം പോരാ സഞ്ജു, അല്ലെങ്കിൽ അത് മാത്രം കൊണ്ട് എന്നും നിലനിൽക്കാനാവില്ല ടീമിൽ, അല്ലേ? ടീമിൽ എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആവശ്യമാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ കൂടി ടീമിന് വേണ്ടിയുള്ള പ്രകടനങ്ങൾ ആവശ്യമാണ്. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ളത് സഞ്ജു പലപ്പോഴും ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ കളി എങ്ങനെയാണ് എന്ന് നോക്കാതെ അല്ലെങ്കിൽ ടീമിന് വിജയം കൊടുക്കാൻ എങ്ങനെ പെർഫോം ചെയ്യണം എന്നതിന് പകരം സ്വന്തമായിട്ടുള്ള ശൈലിയിൽ അടിച്ച് കളിക്കുക എന്നുള്ള ഒരേ അപ്രോച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഇങ്ങനെ ഒരേ ശൈലിയിൽ മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യില്ല. നമ്മൾ പലപ്പോഴും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശൈലി മാറ്റാൻ ശ്രമിക്കണം. പല മാച്ചുകളിലും നമ്മൾ ശൈലി മാറ്റി കളിക്കേണ്ടി വരും. കാരണം അപ്പോഴത്തെ സാഹചര്യത്തിൽ ആ രീതിയിൽ കളിക്കാൻ നല്ല ബോളുകളും നല്ല ബൗളേഴ്സും അല്ലെങ്കിൽ നല്ല ബൗളിങ്ങിന് പിന്തുണ നൽകുന്ന പിച്ചൊക്കെ ആണെങ്കിൽ അവിടെ വെറുതെ കയറി ആക്രമിച്ച് കളിച്ചുകൊണ്ട് കാര്യമില്ല. അതിനെ ശക്തിയായി ടാക്കിൾ ചെയ്ത് മനോഹരമായിട്ട് ഒരു ഇന്നിങ്സ് കളിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ സഞ്ജുവിനോട് മാതൃകയാക്കാൻ എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ജോസ് ബട്ട്ലറെയാണ്. നിങ്ങൾ IPL എല്ലാം കണ്ടു കാണും. ജോസ് ബട്ട്ലറുടെ ഇന്നിങ്സുകൾ എടുത്താൽ അറിയാം. പ്രത്യേകിച്ചും രാജസ്ഥാൻ റോയൽസിൽ ഒരു 2 കൊല്ലം മുൻപ് അദ്ദേഹത്തിനെ ടീമിൽ നിന്ന് മാറ്റുന്നതിന് 1 വർഷം മുൻപ്, അതായത് ആ ടീം അന്ന് ഫൈനലിൽ എത്തിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫൈനലിൽ ബട്ട്ലർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബാക്കിയുള്ള മാച്ചുകളിലെല്ലാം ജോസ് ബട്ട്ലർ അപാര ഫോമിലായിരുന്നു. അങ്ങേരുടെ ഫോമിലാണ് സത്യത്തിൽ അന്ന് രാജസ്ഥാൻ റോയൽസ് ജയിച്ച് കയറി ഫൈനലിൽ എത്തിയത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ ശ്രദ്ധിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ തുടക്കം, പ്രത്യേകിച്ചും ആദ്യത്തെ പവർ പ്ലേയിലോ മറ്റോ അദ്ദേഹം അങ്ങനെ ആക്രമിച്ച് കളിക്കാറൊന്നുമില്ല. ശരിയാണ്, മോശം ബോളുകളെ ആക്രമിക്കും. അല്ലാത്തപ്പോൾ വളരെ റെസ്പെക്റ്റോടുകൂടി പതുക്കെ ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുത്ത് മിക്കവാറും ആദ്യത്തെ ഒരു 20 ബോളുകളിൽ ജോസ് ബട്ട്ലർ സ്കോർ ചെയ്തിരിക്കുന്ന മാക്സിമം പോയാൽ 40 റൺസോ അല്ലെങ്കിൽ 30 റൺസോ ആയിരിക്കും. പക്ഷേ പിന്നെ അങ്ങേരൊന്ന് താളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഗിയർ മാറ്റും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. പിന്നെ അദ്ദേഹം സ്ക്രീസിൽ നിന്നും പുറത്ത് വരുമ്പോൾ ഒരു 105 റണ്ണോ 110 റൺസോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്കും അങ്ങേരെ ആകെ യൂസ് ചെയ്യുന്ന ബോൾ 50 60 ആയിരിക്കും. അതായത് സെക്കൻഡ് ഫേസ് ഓഫ് ദ ഇന്നിങ്സ് ആണ് അങ്ങേര് സ്പീഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ബൗളർമാരുടെ മേലിൽ ആധിപത്യം കിട്ടിക്കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് എത്തിയിരിക്കും. അപ്പോൾ ബോളുകളെ മനസ്സിലാക്കാനും പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനും മോശം ബോളുകളെ തുടർച്ചയായി തല്ലി പൊളിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്നത് ആ ഒരു ശൈലി പിന്തുടരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാച്ചിൽ ഇഷാൻ കിഷൻ കളിച്ച കളി ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഇഷാൻ കിഷൻ ഈ ന്യൂസിലൻഡിനെതിരെ കളിച്ചതും അങ്ങനെ തന്നെയാണ്. ഇഷാൻ കിഷൻ ആദ്യമൊക്കെ ആക്രമിച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടി ഇഷാൻ ഒരുപാട് ബോളുകൾ ഇനീഷ്യലി ഫേസ് ചെയ്ത് പിന്നെയാണ് ഗിയർ മാറ്റുന്നത്. അതാണ് ശരി. സത്യത്തിൽ അങ്ങനെയാണ് ഈ ഒരു കളിയിൽ സക്സസ് നേടാൻ പറ്റുള്ളൂ, സ്ഥിരത നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കളിയിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് കാര്യമില്ലല്ലേ, നമുക്ക് സ്ഥിരത പുലർത്തി കളിക്കണം. ഇതാണ് സഞ്ജുവിന് വേണ്ടത്. സഞ്ജു എന്ന കളിക്കാരനെ ലേബൽ ചെയ്തിരിക്കുന്ന സ്ഥിരതയില്ലാത്ത കളിക്കാരൻ എന്നാണ്. ടാലൻറ്റഡ് ബട്ട് നോ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിക്ക് വേണ്ടി സഞ്ജുവിൻ്റെ ടാലൻറ്റ് ഉപയോഗിച്ച് മാത്രം പോരാ, സഞ്ജുവിന് ബുദ്ധി കൂടി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, നല്ലൊരു എന്താ പറയുക, പോസിറ്റീവ് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു കോച്ചിനെ സഞ്ജുവിന് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായ അദ്ദേഹത്തിൻ്റെ ഈ തോട്ട് പ്രോസസ്സിനെ അങ്ങനെയല്ല, നീ ബ്രേക്ക് ചെയ്യണം, യു ഹാവ് ടു അണ്ടർഗോ എ ചേഞ്ച് എന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റിൽ അദ്ദേഹത്തിനെ കോച്ച് ചെയ്യാനുള്ള ഒരാൾ അവിടെ ആവശ്യമാണ്. ഇത്തരം മേഖലകളിൽ
എന്താ പറയുക, വിജയിച്ചിട്ടുള്ള ഒരുപാട് കോച്ചുകൾ അവരുടെ സേവനം ഉപയോഗിക്കുക. ഇവിടെ ക്രിക്കറ്റിലെ ചാമ്പ്യൻസ് യുവരാജ് സിംഗിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സുനിൽ ഗാവസ്കറുടെ കൂടെയോ ഒന്നുമല്ല ഇത്തരം കോച്ചിങ്ങൾ നേടേണ്ടത്. ഇത് മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ബാരിയറാണ് സഞ്ജുവിന് എടുക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുത്താൽ മാത്രമേ സഞ്ജുവിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം നമീബിയക്കെതിരെ കളി ഇത്രയും ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി. നമീബിയ പോലുള്ളൊരു മോശം ടീമിനെ ഓപ്പണിങ്ങിൽ 2020 വേൾഡ് കപ്പിൽ ഇറങ്ങാനൊരു അവസരം ടീം കൊടുത്തപ്പോൾ അതിനൊരു അല്പമെങ്കിലും റെസ്പെക്റ്റ് സഞ്ജു കൊടുക്കണമായിരുന്നു. അതിനു പകരം കിട്ടുന്ന ബോളെല്ലാം നമ്മൾ ഈ കാടനടി എന്ന് പറയും അല്ലേ, നാട്ടിലൊക്കെ നമ്മൾ ഈ പാടത്തും പറമ്പിലൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കണ്ണും പൂട്ടിയൊക്കെ അടിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പോൾ ഇത് സഞ്ജു എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ്. അദ്ദേഹം ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു വേൾഡ് കപ്പാണ്, ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്ന ഒരു മാച്ചാണ്. അതിൽ ഓപ്പണർ ആണ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അതിന് വേണ്ടിയത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു വിജയിച്ച ബാറ്റ്സ്മാൻ്റെ ഒരു വിജയിയെ തീരുമാനിക്കുന്നത് അവിടെ അല്ലേ. അത്തരം തീരുമാനങ്ങൾ എടുക്കാതെ ഞാൻ ഇങ്ങനെയേ കളിക്കൂ എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് ഈ പരാജയം വരുന്നത്. ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു തുടർച്ചയായി കുറച്ച് സിക്സുകൾ അടിച്ച ശേഷം പിന്നെ ഒന്ന് ബോളുകൾ നോക്കി മനസ്സിലാക്കി കുറച്ച് ബോളുകൾ തട്ടിയും മുട്ടിയൊക്കെ ഒന്ന് നിൽക്കാനുള്ള സമയമുണ്ടായിരുന്നു. അത് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തില്ല. ആകെ ഫേസ് ചെയ്തത് 8 ബോളാണ്. 20 ഓവർ മാച്ചിൽ 8 ബോൾ മാത്രം ഫേസ് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണറെ ആണോ ഇന്ത്യൻ ടീമിന് വേണ്ടത്? സഞ്ജു തീരുമാനിക്കൂ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ സഞ്ജുവിൻ്റെ തീർച്ചയായിട്ടും വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളോ അല്ലെങ്കിൽ ഈവൻ സഞ്ജുവിന് ഒരുപാട് ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് നോർത്ത് ഇന്ത്യയിലടക്കം ഫാൻസ് ഉണ്ട്. കാരണം രാജസ്ഥാൻ റോയൽസ് കളിച്ചതുകൊണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ CSKയുടെ ഭാഗമായതുകൊണ്ട് ഒരുപാട് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജു, നിങ്ങളുടെ കരിയർ നശിപ്പിക്കരുത്. നിങ്ങളിങ്ങനെ കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഈ വീഡിയോ എങ്ങാനും സഞ്ജുവിനിലേക്ക് ഷെയർ ചെയ്ത് എത്തുവാണെങ്കിൽ എനിക്ക് സഞ്ജുവിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അതാണ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു സഞ്ജു. ഇനിയും ചില മാച്ചുകളിലെങ്കിലും ഈ വേൾഡ് കപ്പിൽ അവസരം കിട്ടട്ടെ, അല്ലെങ്കിൽ ആ കിട്ടുന്ന അവസരം സഞ്ജു തീർച്ചയായിട്ടും പെർഫോം ചെയ്ത് ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.